കാര്യങ്ങളാണ് ഈ സന്ദർഭത്തെ അനിശ്ചിതമാക്കുന്നത്. വളരെ ശ്രദ്ധേയമാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിക്കപ്പെടുക എന്നത് എൻ്റെ ഒരു അവകാശമാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ അവാർഡ് കൊടുക്കുന്നത് ഗാന്ധി ഭവൻ, അത് സ്വീകരിക്കുന്നതാകട്ടെ ശ്രീ നരനാഥൻ. ഞാൻ ഈ ഒരു വ്യക്തിയോടും ഈ സ്ഥാപനത്തോടും വളരെ ഹൃദയം കൊണ്ട് ബന്ധപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് ഈ ചടങ്ങിൽ എന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് വിളിച്ചതല്ല, ഒരു താനേ വന്നു. പക്ഷേ അത് വരാൻ എനിക്കൊരു അർഹതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ രണ്ട് സ്ഥാപനങ്ങളോടും സ്നേഹത്തിൻ്റെ ചരടുകളാൽ ഞാൻ ബന്ധിതനാണ്. അതുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് വളരെ എനിക്ക് സന്തോഷപ്രദമായ ഒരു കാര്യം. ഗാന്ധിജിയെ പറ്റി പറഞ്ഞിട്ട് നമുക്ക് രണ്ടു മൂന്ന് കാര്യങ്ങളിലേക്ക്. ഒന്ന്, ഈ ഗാന്ധി ഭവൻ എന്നുള്ള പേര് തന്നെ ശ്രീ സോമരാജൻ പണ്ട് തൊട്ടേ ചില കാര്യങ്ങൾ തീരുമാനിച്ച് എടുത്ത് ചരിത്രത്തിൻ്റെ വരാനിരിക്കുന്ന ഇടനാഴികളെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് മുൻകൂട്ടി അറിവുണ്ടായിരുന്നു എന്ന് തോന്നുമാറ് ഗാന്ധി ഭവൻ നന്നേ പേരിട്ടു. 23 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനെ ഗാന്ധി ഭവൻ എന്ന് പേരിട്ടു എന്നുള്ളത് ഒരു ചെറിയ നേട്ടമല്ല. ഇന്ന് ആ പേര് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു കവചമാണ് എന്ന് ഞാൻ വിചാരിക്കുക. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, ഈ ഭാരതത്തിൻ്റെ തന്നെ നമ്മളെപ്പോലെ മതേതരത്വത്തെയും സാഹോദര്യത്തെയും ഒക്കെ വിലമതിക്കുന്ന ഭാരതീയർക്ക് ഉള്ള ഏറ്റവും വലിയ കവചമായി ഗാന്ധിജി മാറിയിരിക്കുകയാണ്. ശ്രീ മുകേഷ് പറഞ്ഞ കഥയിലെ അപ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്ന ഗാന്ധി ഉണ്ടല്ലോ, അദ്ദേഹത്തെ അപ്രത്യക്ഷനാക്കും, സംശയമില്ല. പക്ഷേ അങ്ങനെ അപ്രത്യക്ഷനാക്കപ്പെടുന്ന ഗാന്ധി ഒരുപക്ഷെ പ്രത്യക്ഷനായ ഗാന്ധിയേക്കാൾ അതിശക്തനായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ഇന്ത്യയിലൊരു സ്വാതന്ത്ര്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും നവോത്ഥാനം ഉണ്ടാകുമല്ലോ. ആ ഉണ്ടാകുന്നത് ഈ ഗാന്ധിജി എന്ന് പറയുന്ന കവചത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ ആ ഗാന്ധിജിയുടെ നവോത്ഥാനത്തിനുള്ള ചരിത്രത്തിൻ്റെ മുന്നൊരുക്കമായിരിക്കാം നമ്മൾ ഈ കാണുന്ന അന്ധകാരം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു വലിയ യുഗപ്പിറവിക്ക് മുമ്പുള്ളൊരു അന്ധകാരമായി ഞാൻ കാണാൻ. ഇവിടെ പറഞ്ഞ പ്രഭാഷണങ്ങൾ, മുഖ്യമന്ത്രിയുടെ പ്രഭാഷണവും ശ്രീ ബിനോയ് വിശ്വത്തിൻ്റെ വാക്കുകളുമൊക്കെ വളരെ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിട്ടാണ് ഞാനിത് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ എല്ലാ മനസ്സിലുള്ള ആശങ്കകളെ ആണ് ഇവരെല്ലാം ഇവിടെ ആവിഷ്കരിച്ചത്. അതുകൊണ്ട് ഈ ഗാന്ധി നാടകത്തിൻ്റെ ഭാവി നന്നായിരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് അത്ര എളുപ്പത്തിലൊന്നും ഈ ഗാന്ധി നാടകം അവസാനിക്കുകയില്ല. കാരണം നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും ഒരു എതിർപ്പുമില്ലാതെ, അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ആത്മാവ് സ്വന്തമാക്കിയ ഗാന്ധിയാണ് ഇന്ന് ഏറ്റവും വലിയ അപകടകരമായ ഒരു ആശയമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഗാന്ധിയെക്കുറിച്ച് ഇന്ന് അറ്റൻബറോ സിനിമ എടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ സിനിമ ഗർഭത്തിൽ തന്നെ അലസിപ്പോകുമായിരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോഴാണ് ശ്രീ സോമരാജൻ ഗാന്ധി നാടകവുമായി ഇറങ്ങുന്നത്. അദ്ദേഹത്തിന് എല്ലാ അനുഗ്രഹങ്ങളും സുരക്ഷിതത്വവും ദൈവം തന്നെ കൊടുക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കാം. അതാണ് ഈ നാടകത്തിൻ്റെ കരുത്ത്, അതാണ് ഈ നാടകത്തിൻ്റെ കരുത്തും കാതലും. ഈ കാലഘട്ടത്തിൽ ഗാന്ധി നാടകവുമായി രംഗത്തിറങ്ങിയ ശ്രീ പുനലൂർ സോമരാജനെ ഞാൻ ആദരിക്കുന്നു, നമസ്കരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ധീരതയെ ഞാൻ ശ്ലാഘിക്കുന്നു. കാരണം ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഗാന്ധി എത്ര നമസ്കരിക്കപ്പെടാൻ ആളുകൾ ശ്രമിക്കുന്നുവോ, ചിലർ ശ്രമിക്കുന്നുവോ, അത് ഈ ഇരുട്ടുകൊണ്ട് പ്രകാശത്തെ മറയ്ക്കാൻ സാധ്യമല്ല എന്ന് വിചാരിക്കുന്നത് പോലെ ഈ പ്രകാശം മുമ്പോട്ട് വരിക തന്നെ ചെയ്യും. അതാണ് അപ്പോൾ മതേതരത്വത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ഗാന്ധി ഭവൻ എന്നുള്ള പ്രസ്ഥാനം തന്നെ വാസ്തവത്തിൽ ആ പേര് കൊണ്ട് അന്വർത്ഥമാണ്. കാരണം ഗാന്ധിജിയുടെ ഏറ്റവും വലിയൊരു ആശയം എന്താണ്? അന്ത്യോദയം എന്നുള്ള ആശയം. ഏറ്റവും അന്ത്യത്തിൽ നിൽക്കുന്നു, ഈ ക്യൂവിൻ്റെ ഏറ്റവും ഒടുവിൽ നിൽക്കുന്നവന് നീതി കിട്ടുന്നത് വരെ നമുക്ക് വിശ്രമമില്ല എന്ന് പറയുന്ന അന്ത്യോദയം എന്ന സങ്കല്പമാണ് വാസ്തവത്തിൽ ഈ ഗാന്ധി ഭവൻ്റെ തന്നെ ആത്മാവിലുള്ളത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ നെഹ്റുവിൻ്റെ ഒരു പ്രസംഗമുണ്ടല്ലോ, ഓഗസ്റ്റ് 14 രാത്രി, ഈ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി സ്പീച്ച് എന്ന് പറയുന്ന ആ പ്രഭാഷണത്തിൽ ഗാന്ധിജിയുടെ പേര് അദ്ദേഹം ആ പ്രഭാഷണത്തിൽ പറയുന്നില്ല. പക്ഷേ ആ പ്രഭാഷണത്തിൻ്റെ ആത്മാവ് മുഴുവൻ ഗാന്ധിജിയാണ്. നമ്മുടെ കാലഘട്ടം കണ്ട് ഏറ്റവും വലിയ മനുഷ്യൻ്റെ മനസ്സിലൊരു അദ്ദേഹം വിഭാവന ചെയ്ത ഒരു ഭാരതമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നെഹ്റു പറയുന്ന ഒരു വാചകം എനിക്ക് എത്ര പറഞ്ഞാലും
മുഷിയാത്തൊരു വാചകമുണ്ട്. അദ്ദേഹം പറയുന്നു, വി ഷാൽ നോട്ട് റെസ്റ്റ് ടിൽ വി വൈപ്പ് എവറി ടിയർ ഫ്രം എവറി ഐ. കണ്ണീരുള്ള ഓരോ കണ്ണിൽ നിന്നും അവസാനത്തെ കണ്ണുനീർ കണം പോലും തുടച്ചെടുക്കുന്നത് വരെ നമുക്ക് വിശ്രമമില്ല എന്ന് പറഞ്ഞിട്ടാണ് സ്വാതന്ത്ര്യത്തിന്റെ ഉത്തരവാദിത്വം ഓഗസ്റ്റ് 14 പാതിരാത്രി ഒരു രാജ്യം ഏറ്റെടുക്കുന്നത്. അതാണ് സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം. We shall not rest till we wipe every tear from every eye. Not to create tears in every eye അല്ല. ഓരോ കണ്ണീരും കണ്ണീരുണ്ടാക്കലല്ല, ഉള്ള കണ്ണീരിനെ തുടച്ചു മാറ്റാനുള്ള ചരിത്രം തന്നെ അവസരമായി സ്വാതന്ത്ര്യത്തെ കണ്ട ആ ദർശനത്തെ, ആ ഗാന്ധിയുടെ ദർശനമാണ്, അന്ത്യോദയമാണ്. അതാണ് ഗാന്ധി ഭവന്റെ ആത്മാവിൽ തുടിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും മാത്രമേ കാരണം ഗാന്ധിജിയെ പറ്റി പറഞ്ഞ് നമ്മൾ ഒരുപാട് പറഞ്ഞു പോകും. അതുകൊണ്ട് ശ്രീ സോമരാജന് ഞാൻ എല്ലാ ഭാവുകങ്ങളും 21ാം വർഷത്തിൽ ഈ നാടകവുമായി മുമ്പോട്ടിറങ്ങുമ്പോൾ ഞാൻ ആശംസിക്കുന്നു. ശ്രീ വരദരാജനെ കുറിച്ച് ഒറ്റ വാക്ക്. KSF എന്ന് പറയുന്ന സ്ഥാപനം കേരളത്തിലെ സാമാന്യം നന്നായി നടത്തപ്പെടുന്ന സ്ഥാപനമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിന്റെ ടേൺ ഓവർ 1 ലക്ഷം കോടിയാവുക എന്ന് പറയുന്ന ഒരു സുവർണ മുഹൂർത്തം. ഏതൊരു സ്ഥാപനത്തിൽ ഒരു സുവർണ മുഹൂർത്തമുണ്ട്. അത് നല്ല മാനേജ്മെന്റ് ആണെങ്കിൽ ആ സുവർണ മുഹൂർത്തം പെട്ടെന്ന് സമാഗതമാവും. മാനേജ്മെന്റ് മോശമാണെങ്കിൽ ആ മുഹൂർത്തം മാറി മാറി പോകും, മാരീജനെ പോലെ പോകും. ഇവിടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ആ മുഹൂർത്തം വളരെ പെട്ടെന്ന് കരഗതമായി, സമാഗതമായി. എന്താണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ഉണ്ട് ഇവിടെ. അദ്ദേഹത്തിന്റെ കഴിവുകളോ സംഭാവനകളോ ഒന്നും ഞങ്ങൾ തുച്ഛീകരിക്കുകയല്ല. എന്നാലും ഇന്നത്തെ നായകൻ ശ്രീ വരദരാജനാണല്ലോ എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇത് പറയുന്നത്. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ KSF മുമ്പോട്ട് പോയപ്പോൾ ഈ നേട്ടം സാധ്യതമായി എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. വാട്ട് ഈസ് അദ്ദേഹത്തിന്റെ നേതൃത്വ ശൈലി? എന്താണ് ഈ നേട്ടങ്ങളിലേക്ക് താൻ നയിക്കുന്ന ഒരു സ്ഥാപനത്തെ കൊണ്ടെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ച ആ മാജിക് എന്താണ്? അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പിന് ചില മാജിക് ഉണ്ട്. എനിക്ക് അദ്ദേഹത്തെ അറിയാവുന്ന വളരെ വർഷങ്ങൾക്ക് മുമ്പേ അറിയാം. അദ്ദേഹം NGO യൂണിയന്റെ ആളുമായിട്ട് നടക്കുന്ന കാലം മുതൽ അദ്ദേഹത്തിന്റെ തന്നെ പല ഘട്ടങ്ങളിലും, എൻ്റെ പല ഘട്ടങ്ങളിലും ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ആരാണ് ഞങ്ങളെ പരിചയപ്പെടുത്തിയതെന്ന് എനിക്ക് ഓർമ്മയില്ല. പണ്ട് തൊട്ടേ അറിയാം. എന്നാണ് അങ്ങനെ ചില ബന്ധങ്ങളുണ്ടല്ലോ, എന്നാണ് നമ്മൾ പരിചയപ്പെട്ടതെന്ന് ഓർമ്മയില്ല. പണ്ട് തൊട്ടേ അറിയാം. പല 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 ഘട്ടങ്ങൾ. ഇദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു ഗുണം, 2-3 ഗുണങ്ങൾ. ഒന്ന്, എത്ര കലുഷിതമായ സാഹചര്യത്തിലും അദ്ദേഹത്തിന് ചിരിക്കാൻ സാധിക്കും. ചിലപ്പോൾ നമ്മളെ കൊല്ലുന്ന ചിരിയായിരിക്കും, പക്ഷേ ഒരു രംഗം വളരെ കലുഷിതമായിട്ടുള്ള രംഗത്തിലാണെങ്കിൽ പോലും വ്യക്തിപരമായ ബന്ധങ്ങൾ വിളയാതെ തൻ്റെ വാദം സ്ഥാപിച്ചെടുക്കാനുള്ള അസാമാന്യമായ ഒരു കഴിവ്. നമ്മൾ പറയുന്നതിന് നേരെ വിരുദ്ധമായിട്ടായിരിക്കും അദ്ദേഹം പറയുന്നത്. പക്ഷേ വ്യക്തിപരമായ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട്, അതിനെ മാനിച്ചുകൊണ്ട്, വ്യക്തികളെ ബഹുമാനിച്ചുകൊണ്ട് വ്യത്യസ്തതകളെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്ന ഒരു അസാമാന്യമായിട്ടുള്ള ഒരു